സുഭാഷിതം. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു. ട്രൂലി ദ ലൈറ്റ് ഈസ് സ്വീറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്ലസന്റ് ഫോർ ദ ഐസ് ടു ബിഹോൾഡ് ദ സൺ. സഭാപ്രസംഗിയുടെ പുസ്തകം 11:7. ദൈവം 1-ാം ദിവസം സൃഷ്ടിച്ചത് വെളിച്ചമാകുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1:3 എഴുതിയിരിക്കുന്നു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു എന്നും എഴുതിയിട്ടുണ്ട്. വെളിച്ചവും ഇരുളും മനുഷ്യന് ആവശ്യമാണ്. സാധാരണയായി അവൻ പകൽ പ്രവർത്തിക്കുന്നു, രാത്രിയിൽ വിശ്രമിക്കുന്നു. സൂര്യന് കീഴെയുള്ള വിഷയങ്ങളുടെ വിചാരധാരയാണല്ലോ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു എന്ന് സഭാപ്രസംഗി പറഞ്ഞതിന്റെ അന്തസത്ത മനുഷ്യജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തിരുവെഴുത്തുകളിൽ പലയിടത്തും വെളിച്ചവും ഇരുളും രൂപകമായി ഉപയോഗിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. മനുഷ്യന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു എന്ന് സഭാപ്രസംഗി 5:17 രേഖപ്പെടുത്തിയിരിക്കുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് എഫെസ്യർ 5:8 പറഞ്ഞിരിക്കുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ് ന്യായവിധി എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അധാർമികതയും ദുഷ്ടതയും, വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹങ്ങൾ, ദുഷ്കാമം മുതലായ പാപപ്രവർത്തനങ്ങൾ. റോമർ 1:21 പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യർ ഇരുട്ടിലിരിക്കുവാനോ അന്ധകാരത്തിൽ ജീവിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്തുകളിലുടനീളം ദൈവത്തെയും വിശ്വാസത്തെയും വിശുദ്ധിയെയും പ്രതീകപ്പെടുത്തുവാൻ വെളിച്ചം ഉപയോഗിച്ചിരിക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. മത്തായി പറഞ്ഞിരിക്കുന്നത്, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആരാണ് ഈ വെളിച്ചം? ഇരുട്ടിലിരിക്കുന്ന ജനത്തെ ആർക്കാണ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്? യേശു കർത്താവിന്റെ വാക്കുകൾ കേൾക്കൂ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത വാക്കുകൾ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നിരാശയിലോ ഏകാന്തതയിലോ ഇരുട്ടിന്റെ പ്രവർത്തികളിലോ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ജീവന്റെ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് യേശു കർത്താവ് ഭൂമിയിൽ അവതരിച്ചത്. ദൈവം വെളിച്ചമാകുന്നു. അവിടുന്ന് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രിയമുള്ളവരെ, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചമായ ക്രിസ്തുവിൽ വിശ്വസിക്കാം. നീതി സൂര്യൻ നിങ്ങളുടെ മേൽ ഉദിക്കും. വെളിച്ചത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയും ജീവിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്കും വെളിച്ചമായി തീരും. സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകാതെ വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിച്ച് ജീവിപ്പാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ചിന്തകൾ